ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഫ്രൂട്ട് സാലഡ് ആണ്. കസ്റ്റർഡ് പൗഡർ ഒന്നും ഇല്ലാണ്ട് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് എളുപ്പത്തിൽ നമുക്ക് ഒരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. നോക്കണേറ്റ് മുന്നേ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രുതി നിതിൻ. ശ്രുതിസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ആപ്പിൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മുന്തിരി, കറുത്ത മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചെറുപഴം എടുത്തിട്ടുണ്ട്. പിന്നെ അനാറാണ് എടുത്തിരിക്കുന്നത്, അതായത് മാതള നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മറ്റ് ഡ്രൈ ഫ്രൂട്ട്സ്, ടൂട്ടി ഫ്രൂട്ടി, പിന്നെ വേണമെങ്കിൽ കപ്പലണ്ടി, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലായിട്ട് ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ മാമ്പഴമൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഇതെല്ലാം കൂടി നമുക്കൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് പൈനാപ്പിളൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ പഞ്ചസാരയിലൊന്ന് വേവിച്ചതിന് ശേഷം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു കയ്പ്പ് രസമൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ആപ്പിളൊക്കെ ചേർക്കുമ്പോൾ നമ്മളിത് ഉണ്ടാക്കണേക്കാളും തൊട്ട് മുന്നേ ആയിട്ട് അരിയുക. അതിനേക്കാളും കുറേ നേരം മുന്നേ അരിഞ്ഞ് വെച്ചാൽ ആപ്പിളിൻ്റെ കളറൊക്കെ മാറും. പിന്നെ ഇപ്പോൾ നമ്മളെടുത്ത ഈ ഫ്രൂട്ട്സ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ ഏതാണെങ്കിൽ എടുക്കാം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കണമെങ്കിൽ അതും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന മുന്തിരിയിൽ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും കൂടിയിട്ട് ഇങ്ങനെ അരിഞ്ഞതിന് ശേഷം നോക്കിയപ്പോൾ ഒരു 2.25 കപ്പ് ഫ്രൂട്ട്സ് ഉണ്ട്. ഇതിലോട്ട് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച്, നിങ്ങൾ എടുക്കുന്ന ഫ്രൂട്ട്സിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് ആ പഞ്ചസാരയുടെ അളവിലൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഈ 2.25 കപ്പ് ഫ്രൂട്ട്സിലേക്ക്, അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു ഫ്രൂട്ട്സിലേക്ക് വേണ്ട പഞ്ചസാരയുടെ അളവാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ഒരു 3 ടീസ്പൂൺ എന്ന് പറയുന്നതാണ് 1 ടേബിൾ സ്പൂൺ. അപ്പോൾ പാചകത്തിൽ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, അത് തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഈ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് അടച്ചതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാലൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. പാല് തിളപ്പിച്ചെടുക്കണേക്കാളും മുന്നായിട്ട് അതിൽ നിന്ന് ഒരു 1/4 കപ്പ് പാല് നമുക്കൊന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുക. ആ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ 1/4 കപ്പ് പാലും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ട് കട്ടിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. നന്നായിട്ട് കട്ടിയൊന്നും ഇല്ലാണ്ട് ഇതുപോലെ ഇളക്കിയെടുത്ത ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം പാല് നന്നായിട്ട് തിളപ്പിക്കാൻ വയ്ക്കുക. അപ്പോൾ പാല് തിളച്ച് കഴിഞ്ഞിട്ട് മുന്നായിട്ട് ഇതിലോട്ട് നമുക്ക് മധുരം ചേർക്കാം. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഒരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതായത് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ഇതിൽ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. മാത്രമല്ല നമ്മളിത് തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോഴൊക്കെ മധുരം ആവശ്യത്തിന് തോന്നുന്നെങ്കിൽ ഏകദേശം ഈ ഒരു അളവിലുള്ള പഞ്ചസാരയെങ്കിലും നമ്മൾ ചേർത്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവിലൊക്കെ മാറ്റം വരുത്താം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലോട്ട് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ തന്നെ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സില്ലേ, അത് ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നതിന് മുന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ ആ കോൺഫ്ലോറിന് ചേർത്തിട്ടുള്ള പാലില്ലേ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നതിനേക്കാൾ മുന്നായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. അല്ലെങ്കിൽ ആ കോൺഫ്ലോർ അടിയിലായിട്ട് ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് അപ്പം തന്നെ പിന്നീട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ എടുക്കാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇത് അടുക്കി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ എടുക്കാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 5-6 മിനിറ്റോളം ഇത് നമ്മളിങ്ങനെ കൈ എടുക്കാണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിലോട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ചെറുതായിട്ടൊരു മഞ്ഞ കളർ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ യെല്ലോ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ആ മഞ്ഞക്കുത്തോ അങ്ങനെ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടുതലൊന്നും ആവരുത്. അപ്പോൾ ഇത് ശരിക്കും ഈ ഒരു സമയത്തല്ല, നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുത്തില്ലേ, അതിന് ശേഷം നമ്മൾക്ക് ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആ ഒരു സമയത്ത് ഞാനൊന്ന് വിട്ടുപോയതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തത്.
ഇളക്കിക്കൊണ്ടിരുന്നത് ഏകദേശം ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുന്ന സമയത്ത് ഇതിലോട്ട് ഒരു നുള്ള് ഉപ്പും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ആ മധുരം ഒന്ന് ബാലൻസ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു നുള്ള് ഉപ്പ് മാത്രമേ പാടുള്ളൂ. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. അങ്ങനെ ഒരു 6 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് ഒന്ന് മാറ്റി വെക്കുകയാണ്. അപ്പം നമ്മളിത് ഒന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ട് കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് നമുക്കിത് കിട്ടും. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വീണ്ടും ഒന്ന് തണുപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ സെർവ് ചെയ്യുന്നതിനേക്കാളും തൊട്ട് മുന്നായിട്ട് മാത്രം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇല്ലേ, ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള അതൊന്ന് പുറത്തേക്ക് എടുത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഇപ്പോൾ പഞ്ചസാര ലായനിയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. നമ്മളിനി ഇത് കഴിക്കാൻ എടുക്കുന്ന സമയത്ത് മാത്രം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തെടുത്താൽ മതി. അതായത് ആ പാലിൻ്റെ മിക്സും പിന്നെ ഈ ഫ്രൂട്ട്സും കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. അല്ലാതെ കുറേ നേരത്തെ മുന്നേ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇത് വെള്ളം പോലെയാവും. അതായത് കൂടുതൽ കട്ടി ഉണ്ടാവില്ല, ആ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവില്ല, കൂടുതൽ വെള്ളം പോലെയാവും. ആ ഫ്രൂട്ട്സിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ഇത് കൂടുതൽ വെള്ളം പോലെയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് കഴിക്കുന്നതിനേക്കാളും തൊട്ട് മുന്നേ മാത്രം രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി. നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാനായിട്ട്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാവുന്നതായി. നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.